തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് അരുവിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ശാസ്താക്ഷേത്രമാണ് അരുവിക്കര ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പൂർണ്ണ പുഷ്കല സമേതനായി ശ്രീ ധർമ്മശാസ്താവ് കുടികൊള്ളുന്ന തെക്കൻ കേരളത്തിലെ ഏക ക്ഷേത്രം. പടിഞ്ഞാറോട്ട് ദർശനമായി ചതുർബാഹുവായ ശ്രീ മഹാവിഷ്ണു ഇവിടെ ഉപദേവനായിട്ടല്ല, പ്രധാന ദേവനായിട്ടാണ് പൂജിക്കപ്പെടുന്നത്. മഹാവിഷ്ണുവിന്റെ വിശ്വരൂപ ദർശനമാണ് ഇവിടെ ഉള്ളത്. ഉഗ്രമൂർത്തിയായ മഹാവിഷ്ണുവിന്റെ ഇത്തരത്തിലൊരു പ്രതിഷ്ഠ ഇന്ത്യയിൽ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ശാസ്താവിനെ കൂടാതെ പാർവതി സമേതനായി പരമശിവനും മഹാവിഷ്ണുവും 3 ശ്രീകോവിലിൽ ഇവിടെയുണ്ട്. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രവും ശിവപാർവതി ക്ഷേത്രവും വൃത്താകൃതിയിൽ ഉള്ളതാണ്. എന്നാൽ ധർമ്മശാസ്താ ക്ഷേത്രം ഗജപൃഷ്ഠ ആകൃതിയിൽ ആണ്. ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിൽ ഉള്ള ധർമ്മശാസ്ത്ര പ്രതിഷ്ഠയ്ക്ക് അഭിഷേകങ്ങൾ, പൂജകൾ ഇവ നടത്താറില്ല. ഇവയെല്ലാം ശ്രീകോവിലിലെ കണ്ണാടി ബിംബത്തിലാണ് നടത്തുക. ഒരു പള്ളിയറ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പൂജകൾ നടത്തുക. ശ്രീകോവിലിൽ വ്യത്യസ്തങ്ങളായ വ്യാളി മുഖങ്ങളുടെ ഒരു മാല തന്നെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ശ്രീകോവിലിൽ ദർശിക്കുമ്പോൾ ശാസ്താവിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇരുവശങ്ങളിലായി സ്വകാര്യത നൽകിക്കൊണ്ട് തന്നെ പൂർണ്ണ പുഷ്കല ദേവിമാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് ഇവിടെ അമ്പലം പണികഴിപ്പിച്ചത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ശാസ്താവിന്റെ വിഗ്രഹത്തിന് 5.5 അടിയോളം ഉയരമുണ്ട്. നെയ്യാറിന്റെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 2000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതുന്നു. പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം. പടിഞ്ഞാറോട്ടൊഴുകുന്ന നെയ്യാർ നദി ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ വരുമ്പോൾ ഭഗവാനെ വണങ്ങി 90 ഡിഗ്രി ചരിഞ്ഞ് ദിശയിലേക്ക് ഒഴുകുന്നതും ഏറെ അതിശയകരമാണ്. നീരാഞ്ജനം ആണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. പൈങ്കുനി ഉത്ര ഉത്സവം ആണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. കർക്കിടക വാവിന് ധാരാളം ആൾക്കാർ ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നു.